ഹലോ, ജുനൈദാണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു വ്ളോഗാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ വീഡിയോ എടുത്തില്ല, അതിൻ്റെ ഒരു പാർട്ടാണിത് കേട്ടോ. കാരണം ഇത് ഹെറിറ്റേജ് വില്ലേജിൻ്റെ കുറച്ച് മുന്നോട്ടുള്ള ഒരു യാർഡാണ്. ഇവിടെ ബോട്ടുകളും ഷിപ്പുകളും ഒക്കെ ഒരുപാട് കിടപ്പുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, വാ. ഇവിടെ ഒരുപാട് നല്ല രസമാണ് കാണാൻ കേട്ടോ. ഞാൻ ദുബായിലുണ്ടായിരുന്നിട്ട് ഇത്രയും നാളെ ഉണ്ടായിട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്നൊന്ന് വരാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു കണ്ടന്റിന് വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ എന്നാൽ പിന്നെ ഇതിനെ ഷൂട്ട് ചെയ്തേക്കാൻ പറ്റും. ഇതാണ് ഞാൻ മുമ്പ് പറയുന്നത്. ഇതിൽ കാരണമെങ്കിൽ 100 ദിർഹംസാണ് സീസൺ സമയത്ത്. ഓഫ് സീസൺ സമയത്ത് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇല്ല, ഒരുപാട് ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്, വലിയ വലിയ ബോട്ടുകൾ. ഇതുണ്ട്, ഇതൊരു ഹൗസ് ബോട്ടാണ്. ഇതൊരു ഹൗസ് ബോട്ടാണോ ഷിപ്പാണോ? ഇത് നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റായിട്ട് നമുക്ക് ഒരു ക്രൂസാണ്, ഒരു പ്രൈവറ്റ് ക്രൂസാണ്. നമുക്ക് വേണമെങ്കിൽ കണ്ട അതിൽ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാമോ എന്നറിയില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് പ്രൈവറ്റായിട്ട് ബുക്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ആൾ സ്മാർട്ട് ഫോർ ഇൻക്വയറി എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫാമിലി ആയിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വേണമെങ്കിലും ഈ സംഭവങ്ങളെടുത്ത് നമുക്ക് ഈ ബോട്ട് നമുക്ക് റെൻറ്റിനെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് നിരവധി ബോട്ടുകളുണ്ട്. പിന്നെ ഇതിൽ കുറേ പ്രൈവറ്റ് പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ഓട്ടം പോകാത്തതുകൊണ്ട് അത് എന്തായാലും പോകുന്നതാണ് കേട്ടോ. റെൻ്റെടുത്ത് പോകാൻ പറ്റുന്ന ബോട്ടാണത്. ഇവിടെ കണ്ട ഇങ്ങനെയാണ്. ഞാൻ അവരോട് ചോദിച്ചില്ല നടക്കാൻ പറ്റുമോ, അപ്പോൾ നടക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് എടുക്കുന്നത്. നമുക്ക് അടിപൊളി വ്യൂ അല്ലേ. ബോട്ട് ഷിപ്പൊക്കെ ഉണ്ട്. ഇതവിടെ സ്പീഡ് ബോട്ടുകൾ കിടപ്പുണ്ട്, സ്പീഡ് ബോട്ടുകളെ. നടക്കുന്നുണ്ടാണ് വീഡിയോക്ക് ഷേക്ക് കേട്ടോ. നമ്മളതിൽ ഗിംബിളൊന്നുമില്ല. സ്പീഡ് ബോട്ടിലൊന്നും പോകാൻ പറ്റും. സ്പീഡ് ബോട്ടിൽ ഇന്നുവരെ കയറിയിട്ടില്ല. സ്പീഡ് ബോട്ടിലൊന്നും ഇറങ്ങണമെന്നാണ് ആഗ്രഹം. റെൻറ്റിനടുത്ത് പോകാൻ പറ്റുന്ന സ്പീഡ് ബോട്ടുകളും ഉണ്ട് കേട്ടോ. നമുക്ക് പോയിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്യാം. നിറച്ച് ബിൽഡിങ്ങുകളാണ്. ശരിയാണ്, സൈലൻ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചിട്ട് അടുത്ത വീഡിയോ എടുക്കാമോ ഇല്ലെന്ന് അറിയില്ലല്ലോ. ചോദിച്ചപ്പോൾ ഓരോന്ന് കുട്ടി ഒന്ന് എടുക്കണം, കുഴപ്പമില്ല. അവിടെ വേറെ ബോട്ട്, വലിയ ബോട്ടല്ല, അത് ഷിപ്പാണ്. എന്തോ പാചകം ചെയ്യണം കേട്ടോ. അതിൻ്റെ സ്റ്റാഫുകൾ അരിയൊക്കെ കഴിയാത്തോണ്ട് ശരിയായിരിക്കും. അടിപൊളിയല്ല. കഞ്ഞിക്കുള്ള അരി വിടുക. പുള്ളിക്കാരൻ കാണുന്നുണ്ടോ? മലയാളിയാണ്. മലയാളികളൊക്കെ പോകുന്നു. സിംഗിൾ എഞ്ചിൻ, ഇതൊക്കെ ഡബിൾ എഞ്ചിനാണ്. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ, പിന്നെ നമ്മളെന്തെങ്കിലും പറയേണ്ടതെന്ന് വിചാരിച്ച് പറയുന്നതാണ്. എൻ്റെ വൈഫ് പറയും, നിങ്ങൾ എന്തിനാ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ നിർത്താതെ സംസാരിക്കണേന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, നാക്ക് വായി കിടക്കൂല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാനൊരു സംസാരപ്രിയനാണ്.
അതുകൊണ്ട് എനിക്ക് കുറച്ച് ശത്രുക്കളും ഉണ്ട് കേട്ടോ. ശത്രുക്കളെന്ന് മീൻസ് നമ്മളെ കണ്ടുകൂടാത്തവർ, നമ്മളെ സംസാരം മറ്റിന് തറുമുട്ട് പറയുന്നുണ്ടേ. 100-ൽ 50 പേർക്ക് നമ്മളെ ഇഷ്ടമല്ല. നമ്മളാർക്കും ദോഷത്തിനൊന്നും പോകുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാ, നമ്മളെ നാക്ക് എവിടെയൊക്കെയാണ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിലേ, നാക്കും അടക്കി വെക്കാനായിട്ട് അടക്കി വെച്ചില്ലെങ്കിൽ നമുക്ക്, നമ്മൾ ചിലപ്പോൾ ഒന്നും വിചാരിക്കില്ല, ഒരു തമാശയ്ക്ക് പറയുന്നതായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഫീലാവും. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ സൺലൈറ്റാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ, ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കേ. കാരണം ഇന്ന് ഞാൻ വേറൊരു ആവശ്യമായിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയ വഴിക്ക് ഇതുവഴിയാണ് ഞാൻ പാസ്സായി പോയത്. അങ്ങനെ ഞാൻ നിർത്തി, എന്നാൽ ജസ്റ്റൊക്കെ ഒന്ന് ഇതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അങ്ങനെ വീഡിയോസ് എടുക്കുന്നു. ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ടല്ലോ, ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രം വല്ലതും ഉണ്ടോ? അവിടെ ഹോട്ടൽസ് വല്ലതും, അവിടെ ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ, വലിയ വലിയ പോഷ് ഹോട്ടൽസ്. നമുക്കൊന്നും കയറാൻ പറ്റില്ല. ഗ്രൂപ്പ് വരുന്നുണ്ട് കാണാനായിട്ട്. ഇവിടെ ഒരു സ്പീഡ് ബോട്ട് കിടപ്പുണ്ടേ, റെഡ് കളറ് വൈറ്റ്. അത് ഇച്ചിരി പഴയ ബോട്ടാണ്, പിള്ളേരൊക്കെ പോയി പെയിൻറ്റ് നാടുകളൊക്കെ അല്ല. ഇവിടെ വണ്ടിയുടെയൊക്കെ ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫൈൻ കിട്ടും. ഇതുണ്ട്, ഇതൊരു ഹൗസിംഗ് ബോട്ടാണ്. ഇത് നമുക്ക് റെൻറ്റിന് കൊടുക്കാം, എല്ലാ ഗ്രൂപ്പായിട്ട് അവർ ഇങ്ങനെ ഓട്ടം കണക്ക് പോവുകയും ചെയ്യും. അതിൽ പെർ പേഴ്സൺ 100 dirhams ആണേ. പിന്നെ സീസൺ അനുസരിച്ച് കൂടെയും കുറേയൊക്കെ ചെയ്യും. ഈ സ്പീഡ് ബോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരു ചെറിയ സ്പീഡ് ബോട്ട്. 2 പേർക്ക്, 2, 3, 4, 5 പേർക്ക് ഇരിക്കാം. അബുദാബി തോന്നാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലോണം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ വരുന്നുണ്ടെന്നൊക്കെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നീറ്റാണ്. നമ്മുടെയൊക്കെ ജെട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ, നമ്മളെയൊക്കെ നാട്ടിലെ ബോട്ടിയിട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ കാച്ചടയും അത് ഇതും, ഇവിടെയൊന്നും അങ്ങനൊരു കച്ചടയും കാണാനില്ല. അതാണ് ദുബായിയുടെ ഒരു പ്രത്യേകത അല്ലേ? അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി സ്ട്രോങ്ങാണ്, നല്ല രീതിയിൽ ബിൽഡിംഗ് നോക്കി. ഇത് ആർട്ടിയുടെയാണ്, ആർട്ടിയുടെ ബോട്ടാണ്. ബ്ലൂവും വൈറ്റും ആർട്ടിയുടെ ബോട്ട്. ദുബായ് ഫെറി 2 എന്നാണ് എൻ്റെ പേര്. DC345 ദുബായ് RTA. ഇത് പാസഞ്ചർ ബോട്ടാണേ. ഇത് കുറേ ആൾക്കാർ കയറ്റി പോകുന്നുണ്ട്. എൻ്റെ ഫീസ് എത്രയാണെന്ന് അറിയില്ല. 30 കയറിയത് 6 രൂപയെ നടന്ന ഒരാൾക്ക്. ഇപ്പം എത്രയാണെന്ന് എനിക്കറിയാം. കുറേ വർഷങ്ങൾക്ക് 6 രൂപയല്ല, 6 dirhams. 6 dirhams ആകുമ്പോൾ നാട്ടിൽ 120, 130, 135 റുപ്യോളം മതി. അപ്പം നമ്മൾ നടന്ന് സൈഡിൽ കൂടെ നടന്നേ ഞാൻ മുന്നേ എടുത്ത ഹെറിറ്റേജ് വില്ലേജിലെത്തി. ഇങ്ങോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല. കുറച്ച് അവിടെ കറങ്ങിയിട്ട് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. ഭയങ്കര ചൂട് കേട്ടോ. ഒരു ബോട്ടിൽ വെള്ളം ഫുള്ള് കുടിച്ച് തീർത്തു. ബോട്ടിൽ കളയുന്നില്ല, കാരണം ഇവിടെ കൂളറുണ്ട്. കൂളർ അതിൽ നിന്ന് നമുക്ക് വെള്ളം പിടിക്കാൻ പറ്റും കുടിക്കാനായിട്ട്.
തണുത്ത വെള്ളം കിട്ടും. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും വെള്ളം വാങ്ങണ്ടേ, അതെന്തിനാ പൈസ കളയുന്നത്? ഇവിടെ മുക്കിന് കൂളറുണ്ട്. കൂളറിന്ന് നമുക്ക് തണുത്ത വെള്ളം എടുത്താൽ പോരെ. ബോട്ടിൽ വേണമെന്നുള്ള അവിടെയും ബോട്ടിലുണ്ടാവും, പക്ഷെ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കി കുപ്പിയാണ് ചേട്ടാ, കുപ്പിയിൽ ലൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ അന്ന് ഇവിടെ ഒന്നും വന്നില്ല, ചൂട് കാരണം ഞാനങ്ങ് പോയി. അപ്പം ബോട്ടിൽ ഞാൻ കളയുന്നില്ല, ബോട്ടിൽ പോക്കറ്റ് ഇരിക്കട്ടെ. നമുക്ക് ഇത് കണ്ടോ, ഈ വണ്ടി കണ്ടോ, ഇത് ശരിക്കും ഇവിടെ ഇപ്പോഴും ഇത് യൂസ് ആവുന്നുണ്ട് കേട്ടോ. ഇത് പഴയതാണ്. ഇതിവിടെ വെച്ചിരിക്കുന്നതാണ്. പണ്ടത്തെ കാലത്ത് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ശരിക്കും ഇതുപോലത്തെ പാകിസ്ഥാനികൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളിടത്തൊക്കെ വലിച്ചുണ്ട്. അവർക്ക് പൈസ ചെറിയ വെച്ച് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോകണമെങ്കിൽ തൊട്ടടുത്ത ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ, ഇതുപോലുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ, അമാലി എന്നാണ് പറയുന്നത്, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ റൂമിൽ നിന്ന് സാധനം എല്ലാം എടുത്ത് ഇതിൽ കയറ്റിയിട്ട് വലിച്ചുകൊണ്ട് നമുക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ പോകും. ദൂരത്തിനനുസരിച്ച് പൈസയും വാങ്ങും കേട്ടോ. അങ്ങനൊരു സെറ്റപ്പാണ്. ഇതൊക്കെ എന്തോ പൂജയാണോ വേസ്റ്റഡ് ആയിരിക്കും നടത്തിയിരിക്കുന്നത്. ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടോ നടന്നു. വേറെ എങ്ങോട്ടെങ്കിലും പോയി വീഡിയോസ് എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ ചൂടായതുകൊണ്ട് റെസ്റ്റോറൻ്റാണ്. യമണ്ടൻ ICL എന്നാണ് ഇതിൻ്റെ പേര്, ഷിപ്പിൻ്റെ പേര് ICL. കണ്ടില്ലാന്ന് പറഞ്ഞു, ഷിപ്പ് അടുത്തുനിന്ന് കാണിച്ചിരുന്നല്ലോ, കടം തന്നില്ല എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലൊരു കുഞ്ഞൊരു ഷിപ്പ് ഇരിക്കുന്നു കേട്ടോ. ഒരു കണ്ട ഇത് ഇവിടെ ടൂർ ഇവിടെ നിന്ന് കൊണ്ടുപോകണേ. അതിൻ്റെ മുകളിലൊരു കുഞ്ഞ് ഷിപ്പ് ഇരിക്കുന്നു. ഷിപ്പല്ല, ബോട്ട്. ഇത് ഇതേപോലെ നമുക്ക് റെൻ്റ് എടുത്ത് പോവാം, എല്ലാം ഇങ്ങനെ പോകുന്നത് തന്നെ. വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. മെമ്പർ ഉള്ളി, ആൾ ഗസ്റ്റ് മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ മെമ്പേഴ്സ്. അല്ലാത്തൊരു കൊണ്ടുപോയില്ല കേട്ടോ, ആരെയും വിളിച്ച് കയറ്റി കാണിക്കുന്നില്ല. മുമ്പ് ഇതിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് നോക്കാറുണ്ട്, ഇപ്പം അതൊന്നും പറ്റൂല. ബിൽഡിംഗ് ഒക്കെ പഴയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് മുന്നേ വേറെ സ്ഥലത്ത് കണ്ടപ്പോൾ 2 രൂപയായിരുന്നു, ഇവിടെ 5 രൂപയാണ്. 5 ദിർഹംസ്. ഇന്ത്യൻ പറഞ്ഞ് ഹലോ ബ്രദർ, ഹൗ ആർ യു? യാ ഗുഡ്. ഇവിടെ ഇതൊരു ക്ലോത്തിൻ്റെ ഷോപ്പാണ്. ഇത് കുറച്ച് ലൈറ്റുകളുണ്ട് കേട്ടോ. ആക്ച്വലി ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരു 2 ലൈറ്റ് ഞാൻ നാട്ടിൽ പോയ സമയത്ത് വാങ്ങി. ഇപ്പോഴല്ല, കുറേ വർഷം മുമ്പ്. ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ, നല്ലത്. ഇത് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ, കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് ഒരു കുമ്മായ കണക്കുന്ന സംഭവമൊക്കെ വെച്ചിട്ട് കത്തുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഹാൻഡ് മെയ്ഡാണ്, ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണോ എന്ന് എനിക്ക് ഡൗട്ടാണ്, പക്ഷേ ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഇത് സ്റ്റോണുകളാണ് കേട്ടോ, അതായത് കത്തുന്ന സ്റ്റോണുകളാണ്, നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ കുറച്ച് മാനിൻ്റെയൊക്കെ കുറച്ച് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഈ ബിൽഡിംഗ് നല്ല പഴയതുപോലെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ബിൽഡിംഗ് ഞാൻ കാണിച്ചുതരാം. അപ്പം കുറച്ച് ഗേൾസ് പോകുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് ക്യാമറ മാറ്റിയതാണ്. ഇത് നോക്കിയാൽ ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നതാണ്. ഈ പൊടി പിടിച്ചിരിക്കുന്നത് ഇത് കൊമ്പൊടിഞ്ഞു പോയി. വാങ്ങാൻ പറ്റുന്നതാണ്, പർച്ചേസ് ചെയ്യാം. പൈസ ഉള്ളവർ പൈസ വന്നാൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം കേട്ടോ. അടിപൊളി. ഇതൊക്കെ ഒരു 2 എണ്ണം വാങ്ങണം. വെക്കലാണ് 2 എണ്ണം വാങ്ങിയിട്ടേ വീടിൻ്റെ ഫ്രണ്ട് പോയാലും അപ്പുറം വയ്ക്കണം. ഈ ബിൽഡിംഗ് കണ്ട വളരെ പഴയ മോഡലിൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയാണ്, കുഴച്ച് വയ്ക്കുന്ന മണ്ണുകൊണ്ട് ഉണ്ടാക്കിയാണ് ഉണ്ടാക്കി. ബിൽഡിങ് പുതിയതാണേ. ഇവിടെ ടോയ്ലറ്റ് ഉണ്ടോ? ഞാനത് നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിച്ചു, പിന്നെ വീഡിയോ എടുക്കാത്തതാണ് ടോയ്ലറ്റ് ആയതുകൊണ്ട്. ഇവിടെ ഈ പുറമേ കാണുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയാണ് കാണുന്നത്.
ഇതുണ്ടോ എല്ലാം ദ്രവിച്ച കണക്കും. ഇത് അകത്ത് ടോയ്ലറ്റിന് അകത്ത് കയറണം കേട്ടോ. വേറൊരു ലോകമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തെ ടോയ്ലറ്റെല്ലാം കാണിച്ചു തരാം. ഞാൻ എനിക്ക് ആളില്ലാത്ത ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് AC ആണ് അതിനകത്ത് കേട്ടോ. നല്ല കൂളാണ് നമുക്ക് അതിനകത്ത് കയറി നിൽക്കാനായിട്ട്. നല്ല AC ആണ്, എപ്പോഴും AC ഉണ്ടാവും. പഴയ രീതിയിലാണ് ടോയ്ലറ്റിൻ്റെ ആ ഫ്ലഷും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞാനത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. പിന്നെ കേട്ടോ, ഇതാ വാഷ്റൂമിൻ്റെ ഡോറ്, അതേ മോഡല് കണ്ട, അടിപൊളിയല്ലേ. ഇപ്പം സെക്യൂരിറ്റി വന്നിട്ട് എന്നെ ക്ലിപ്പിട്ട് ഞാൻ വീഡിയോസ് വേറെ 1-2 സെക്യൂരിറ്റി ചോദിച്ചിട്ട് എടുത്തോളാൻ പറഞ്ഞു. അവർ ഞാനൊന്ന് പേടിച്ചു കേട്ടാ. കാരണം ഇവിടുത്തെ നിയമം അത്ര സ്ട്രിക്റ്റാണ്. പക്ഷെ ഞാൻ വീഡിയോസ് എടുത്തോളാൻ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തില്ല, ഞാൻ എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ അവരടുത്തൊന്ന് എൻ്റെ വീഡിയോസൊക്കെ വാങ്ങിച്ച് നോക്കി, എന്നിട്ട് നോക്കി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വ്ളോഗിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് ക്യാമറയൊക്കെ അവർ വാങ്ങിച്ച് നോക്കി, എല്ലാം നോക്കിയിട്ട് കുഴപ്പം, അപ്പം ഞങ്ങൾക്ക് വീഡിയോ നോക്കേണ്ട കാര്യമുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞ് ജസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ കുഴപ്പമില്ല എടുത്തു എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതാണ്, അല്ലാതെ എന്നെ ആകെ കുറച്ച് സബ്സ്ക്രൈബറാണുള്ളത്, 10-20 സബ്സ്ക്രൈബറുള്ള ഇത് എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി എടുക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല എടുത്തോന്നുള്ളത്. ഓക്കെ, അടിപൊളിയല്ലേ. ഇവിടെ നിന്ന് ഞാൻ നേരത്തെ വന്നില്ലായിരുന്നു കേട്ടോ, കഴിഞ്ഞ ബ്ലോഗിലൊന്നും ഞാൻ ഇവിടെ വന്നിട്ടില്ലായിരുന്നു. ഇവിടെ ഒരു ഷിപ്പ് കിടപ്പുണ്ട്. 2-3 ഷിപ്പ് കിടപ്പുണ്ട് കേട്ടോ അവിടെ. ഇത് നമുക്ക് ഇതേപോലെ പോകാൻ പറ്റുന്നതാണ് കേട്ടോ, റൂട്ടിൽ പോകാൻ പറ്റുന്ന ഷിപ്പാണ്. നോക്കിയോ, അടിപൊളിയല്ലേ. ഇതിലിങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല, അവിടെ ക്ലോസ് ആക്കി വെച്ചിരിക്കുക. സാധ്യത ഞാൻ പേരണ്ട് പോയി കേട്ടാ, കാരണം ദുബൈയുടെ റൂൾസ് അങ്ങനെയൊക്കെയാണ്. കാരണം ഫോട്ടോസൊന്നും പിടിക്കാൻ അലോഡല്ല. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ബോർഡുകളൊന്നുമില്ല. ഡ്രോൺ പറത്തിക്കൂടാന്നുള്ള ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ, വേറൊന്നും വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ടാണ് എടുത്തത്. പക്ഷേ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു പടച്ചോനെ വള്ളിക്കെട്ടായാ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നമ്മളവിടെ ചെന്ന് തൊട്ടാലും പ്രശ്നമാണ്. ഇവിടെ കുറച്ച് ഷോപ്പുണ്ടേ. ഇവിടെ കുറച്ച് സൈക്കിൾ ഇവിടെ യൂസ് ചെയ്യുന്നു. ഇവിടെ ആരെ കൊണ്ടുവന്ന് വെച്ചതാണേ. ഇതിവിടെ ഒരു പ്രെയർ റൂമുണ്ടേ. അവിടെ കുറച്ച് ഷോപ്സ്, ബാക്കിയൊക്കെ ഞാൻ നേരത്തെ എടുത്തത് തന്നെ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വലിയ വീഡിയോ ആയെന്ന് തോന്നുന്നു. ഇതൊരു ജ്യൂസിൻ്റെ ഷോപ്പാണ്. ഇത് നമ്മുടെ തുർക്കിഷ് ഐസ്ക്രീം ഷോപ്പ്. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു പെർഫ്യൂമിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന നടക്കണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു മടുത്തു, നിങ്ങൾ ചെയ്യുന്നില്ല. ഓക്കെ, എന്നാൽ സൈനിങ് ഓഫ്.